ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹ്യൂമൻസ് ഓണർ. കുറെ ദിവസമായി എല്ലാരെയും കണ്ടിട്ട് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഇന്ന് പിന്നെയും ഒരു ക്ലാസ് വീഡിയോ തുടങ്ങുന്നത്. സോ നമ്മൾ ഇത്രയും നാളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അനാറ്റമി, ബേസിക് ആയിട്ടുള്ള സെല്ല്, അതേപോലെ തന്നെ നമ്മുടെ ബോഡി ലെവൽ ഓർഗനൈസേഷൻസ്, ബോഡി ക്യാവിറ്റീസ്, സെല്ലിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, സെൽ ഡിവിഷൻ ഒക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു നമ്മുടെ ലെവൽസ് ഓഫ് ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു കെമിക്കൽ ലെവലാണ്, അതായത് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. അത് കഴിഞ്ഞ് വരുന്ന സെൽസ് ആയിരുന്നു. സെൽസിനെ കുറിച്ച്, സെൽ സ്ട്രക്ചർ, അതിന്റെ പാർട്സുകളെല്ലാം നമ്മളെ കുറിച്ച് എക്സ്പ്ലെയിൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മള് ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ടിഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ സെൽസ് എന്താന്ന് പറഞ്ഞു. എന്തായാലും നമ്മുടെ സെൽസ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ആണ് സെൽസ്. ടിഷ്യൂസ് എന്താണ്? ടിഷ്യൂസ് it's consist of large number of same types of cells and they are classified according to the size, shape and functions of their constituent cells. അതായത് ടിഷ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ്, ഗ്രൂപ്പ് ഓഫ് സെയിം ടൈപ്സ് ഓഫ് സെൽസിനെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ടിഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി നമുക്ക് 4 ടൈപ്സ് ഉണ്ട്. ഈ 4 ടൈപ്സും അവരുടെ ഫങ്ഷൻസ്, ഷേപ്പ്, സൈസ്, അതിനെല്ലാം അനുസരിച്ചിട്ടാണ് ആ 4 ടൈപ്സ് ഓഫ് ടിഷ്യൂസിനെ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. ഓക്കെ, ദർ ആർ മെയിൻലി 4 മെയിൻ ടൈപ്സ് ഓഫ് ടിഷ്യൂ. ദേ ആർ epithelial tissue or epithelium, next is connective tissue, next is muscular tissue and last one is nervous tissue. So there are mainly 4 types of tissues are there. First one is epithelial tissue, next is connective tissue, then muscle tissue and nervous tissue. So നമ്മൾ ആദ്യം തന്നെ epithelial tissue എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. Epithelial tissue. This tissue types covers the body and lines cavity, hollow organs and tubes. അതായത് epithelial tissue ആണ് നമ്മുടെ മെയിൻ, നമ്മുടെ സൂപ്പർഫിഷ്യൽ ആയിട്ട് കാണുന്ന ടിഷ്യൂസിനെ പറയുന്ന പേരാണ് epithelial tissue അല്ലെങ്കിൽ epithelial cells എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഒരു ലൈനിങ് കൊടുക്കുന്നത്, അതേപോലെ തന്നെ ബോഡി ക്യാവിറ്റീസിന് ഒരു ലൈനിങ് കൊടുക്കുന്നത്, അതേപോലെ തന്നെ ഹോളോ ഓർഗൻസിന്, ട്യൂബ്സിന്, എല്ലാത്തിനും ഒരു ലൈനിങ് കൊടുക്കുന്നത് ഈ എപ്പിത്തീലിയൽ സെൽസ് അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഓൾസോ ഫൗണ്ട് ഇൻ ഗ്ലാൻസ്. ഗ്ലാൻസിലും നമുക്ക് ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ കാണാൻ സാധിക്കും. ദ മെയിൻ ഫങ്ഷൻ ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആർ, ഫസ്റ്റ് മെയിൻലി നമുക്ക് 3 ഫങ്ഷൻസ് ആണ് ഉള്ളത് എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്താണ്? നമ്മുടെ ബോഡിയുടെ മെയിൻ സൂപ്പർഫിഷ്യൽ ലൈനിങ്ങിനാണ് നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. സോ എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ ഫങ്ഷൻസ്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്കിൻ, നമ്മുടെ ബോഡിയിൽ ലൈനിങ് ആണല്ലോ നമ്മുടെ സ്കിന്നിലെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എപ്പിത്തീലിയൽ ലെയർ ആണ്. ഓക്കെ, ഈ എപ്പിത്തീലിയൽ ലെയർ എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ ഇപ്പം നമ്മുടെ സ്കിന്നിൽ ഫുള്ള് പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി വരാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾസ് ഉള്ളിലേക്ക് കടക്കാതിരിക്കും, നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് ഓർഗൻസിലേക്ക് കടക്കാതിരിക്കണമെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. അതേപോലെ തന്നെ സെക്രീഷൻ എന്ന ഫംഗ്ഷനും എപ്പിത്തീലിയൽ ടിഷ്യൂ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അബ്സോർപ്ഷൻ. സോ ദർ ആർ മെയിൻലി 3 major functions are there for epithelial tissue. First function is protection, next is secretion and absorption. The cells are very closely packed. Okay, ഇവിടുത്തെ സെൽസ് എന്ന് പറയുന്നത് വളരെ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. ഇനി ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനെ പിന്നെയും 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, സബ് ടൈപ്സ് എന്ന് പറയും. ഫസ്റ്റ് ടിഷ്യൂസിന്റെ നമ്മുടെ ടിഷ്യൂസിന്റെ 4 ടൈപ്സ് ആയിരുന്നു. എപ്പിത്തീലിയൽ, കണക്റ്റീവ്, മസ്കുലർ ടിഷ്യൂ ആൻഡ് നെർവസ് ടിഷ്യൂ. അതിലെ എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ സബ് ടൈപ്പ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂ, നെക്സ്റ്റ് ഇസ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയൽ ടിഷ്യൂ ആൻഡ് ദ തേർഡ് വൺ ഇസ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയൽ ടിഷ്യൂ. സ്യൂഡോ മീൻസ് ഫോൾസ് അല്ലെങ്കിൽ ഫേക്ക് എന്നാണ് അർത്ഥം. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിമ്പിൾ എപ്പിത്തീലിയം കൺസിസ്റ്റ് ഓഫ് a single layer of identical cells and is divided into 3 main types. അതായത് സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഗ്രൂപ്പ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് ഐഡന്റിക്കൽ സെൽസ്. ഐഡന്റിക്കൽ സെൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേപോലെ സെയിം ആയിട്ട് കാണുന്ന സെൽസിനെയാണ് നമ്മൾ സിമ്പിൾ എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുന്നത്.
ഈ സിമ്പിൾ എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ലെയർ ആണിത്. ഓക്കെ, ഒരു സിംഗിൾ ലെയർ ആണ്. ഇനി ഇതിനെ നമുക്ക് 3 ടൈപ്സ് ആയിട്ട് തിരിക്കാൻ പറ്റും. ഇറ്റ് ഈസ് യൂഷ്വലി ഫൗണ്ട് ഓൺ absorptive or secretory surface where the single layer enhances these process. സോ നമുക്ക് ഈ സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുമ്പോഴത്തേക്കും അബ്സോർപ്ഷൻ പ്രോസസ്സിനെയാണ് മെയിൻലി ഈ സിംഗിൾ ലെയർ ഓഫ് എപ്പിത്തീലിയൽ സെൽസ്, അതായത് ഈ സിമ്പിൾ എപ്പിത്തീലിയം മെയിൻലി ഫംഗ്ഷൻ ചെയ്യുന്നത് അബ്സോർപ്ഷനെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഈ സിമ്പിൾ എപ്പിത്തീലിയത്തിൽ വരുന്ന, ഞാൻ പറഞ്ഞു സിമ്പിൾ എപ്പിത്തീലിയം മെയിൻലി 3 മേജർ ടൈപ്സ് ഉണ്ട്. സിമ്പിൾ എപ്പിത്തീലിയം ഓൾറെഡി നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂ അത് പഠിച്ചു. അതിലെ 3 വരുന്നതാണ് സിമ്പിൾ, സ്ട്രാറ്റിഫൈഡ് ആൻഡ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ്. ആ സിമ്പിളിൽ വരുന്ന അടുത്ത 3 സബ് ടൈപ്സുകളാണ് സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കോളംനാർ എപ്പിത്തീലിയം. ഓക്കെ, അപ്പോൾ സ്ക്വാമസ് എപ്പിത്തീലിയം എന്താ നോക്കാം. ദിസ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് സെൽസ്, അതായത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള, ഞാൻ ഒരു പിക്ചർ കൊടുത്തേക്കാം, ഫ്ലാറ്റ് ആയിട്ടുള്ള സെൽസിനെയാണ് നമ്മൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലാറ്റേൺഡ് സെൽസിനെയാണ് നമ്മൾ സ്ക്വാമസ് എപ്പിത്തീലിയം, എ സിംഗിൾ ലെയർ ഓഫ് flattened cell, that is squamous epithelium. The cells are fit closely together, forming a thin and very smooth membrane across which diffusion occurs easily. അതായത് ഈ സ്ക്വാമസ് എപ്പിത്തീലിയത്തിലാണ് മെയിൻലി അത് ഫിറ്റ് ആയിട്ട് ടൈറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കും അതിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിൻലി ആ ഒരു ഫ്ലാറ്റൻഡ് സെൽസ്, ഒരു സിംഗിൾ ലെയർ ഓഫ് തിൻ ഫ്ലാറ്റൻഡ് സെൽസ് ആ ഒരു അപ്പിയറൻസ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫ്യൂഷൻ, അങ്ങൊരു അപ്പിയറൻസ് ആണെങ്കിൽ ഡിഫ്യൂഷൻ പെട്ടെന്ന് നടക്കും. സോ ഇനി ഈ സ്ക്വാമസ് എപ്പിത്തീലിയം നമുക്ക് എവിടെയൊക്കെ കാണും? നമുക്ക് ഹാർട്ടിന്റെ ലൈനിങ്ങിൽ കാണാൻ പറ്റും, ബ്ലഡ് വെസൽസിന്റെ, ലിംഫ് വെസൽസിന്റെ, ലങ്സിന്റെ ആൽവിയോളയിലും, അതേപോലെ തന്നെ കിഡ്നിയിലെ നെഫ്രോൺസിന്റെ കളക്റ്റിംഗ് ഡക്റ്റിലും കാണാൻ പറ്റും. സോ സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് സെൽസിനെയാണ് നമ്മൾ സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മെയിൻലി ഡിഫ്യൂഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തിൻ ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് സെൽസിന്റെ അപ്പിയറൻസ് വരുന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് എവിടെയൊക്കെ കാണാൻ സാധിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ടിന്റെ, ബ്ലഡ് വെസൽസിന്റെ, ലിംഫ് വെസൽസിന്റെ, ആൽവിയോളൈ ഓഫ് ദ ലങ്സ് ആൻഡ് കളക്റ്റിംഗ് ഡക്ട് ഓഫ് ദ നെഫ്രോൺ ഓഫ് ദ കിഡ്നി, ഇവിടെയൊക്കെയാണ് നമുക്ക് സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് കാണാൻ സാധിക്കുന്നത്. അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ്. ഈ ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വാക്കി തന്നെയുണ്ട് ക്യൂബോയിഡൽ, ഒരു ക്യൂബ് ഷേപ്ഡ് സെൽസിനെയാണ് നമ്മൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഞാൻ സൈഡിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അപ്പൊ അത് നോക്കി കാണാൻ പറ്റും. ദിസ് കൺസിസ്റ്റ് ഓഫ് ക്യൂബ് ഷേപ്ഡ് സെൽസ് ഫിറ്റിംഗ് ക്ലോസ്ലി ടുഗെദർ ആൻഡ് ലൈയിങ് ഓൺ എ ബേസ്മെന്റ് മെമ്പറൈൻ. അതായത് ഈ ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ക്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ക്യൂബ് ഷേപ്ഡ് സെൽസുകൾ ഒരു ഫിറ്റിംഗ് ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ലെയറിനെയാണ് നമ്മൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. It forms the walls of kidney tubules and is found in some glands such as thyroid gland, അതേപോലെ കിഡ്നി ട്യൂബ്യൂൾസിലൊക്കെയാണ് മെയിൻലി ഇത് കാണാൻ സാധിക്കും. അടുത്ത ടൈപ്പ് ഓഫ് സിമ്പിൾ എപ്പിത്തീലിയം ആണ് കോളംനാർ എപ്പിത്തീലിയം. This is formed by a single layer of tall thin cells on a basement membrane. അതായത് നമുക്ക് കോളംനാർ എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു സിംഗിൾ ലെയർ ഓഫ് ടോൾ ആയിട്ടുള്ള, എന്നാൽ വളരെ തിൻ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലിനെയാണ് നമ്മൾ കോളംനാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഇറ്റ് ലൈൻസ് മെനി ഓർഗൻസ്, ഒത്തിരി ഓർഗൻസിനെ ലൈൻ ചെയ്യുന്നത് ഈ കോളംനാർ എപ്പിത്തീലിയം ആണ്. ദ ലൈനിങ് ഓഫ് ദ സ്റ്റൊമക് is formed from simple columnar epithelium. The free surface of the columnar epithelium lining the small intestine is covered with microvilli. Microvilli provide a very large surface area for absorption of nutrients from small intestine. അതായത് പറയുന്നത് സ്റ്റൊമക്കില്, സ്മോൾ ഇൻറ്റസ്റ്റൈനില്, അതേപോലെ ട്രക്കിയ, in the trachea columnar epithelium is ciliated and also contains goblet cells that secrete mucus. അതായത് ഈ ട്രക്കിയയിൽ നമ്മുടെ സ്റ്റൊമക്കിൽ ലൈനിങ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ലൈനിങ് ആയിട്ടുണ്ട് മൈക്രോവില്ലായി വെച്ചിട്ട്, അതേപോലെ തന്നെ ട്രക്കിയയിലും ഒരു ലൈനിങ് ആയിട്ട് ഈ കോളംനാർ എപ്പിത്തീലിയം ഉണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീലിയേറ്റഡ് ആയിരിക്കും, അതായത് ഗോബ്ലെറ്റ് സെൽസ് ഉണ്ടാവും, അതാണ് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം പുറത്തുനിന്നുള്ള പാർട്ടിക്കിൾസുകളെല്ലാം ഈ മ്യൂക്കസിലായിരിക്കും സ്റ്റിക്ക് ചെയ്തിരിക്കുക, അപ്പം ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു ഫങ്ഷൻ. In uterine tubes, ova are propelled along towards the uterus by ciliary action. So that is all about columnar epithelium. അപ്പോൾ നമ്മൾ
എപ്പിത്തീലിയൽ സെൽസ്, എപ്പിത്തീലിയൽ ടിഷ്യൂ എന്താണെന്ന് പഠിച്ചു. അതിൽ വരുന്ന മൂന്ന് ടൈപ്സുകൾ ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമ്പിൾ എപ്പിത്തീലിയം ആണ്. സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് സെൽസിനാണ് നമ്മൾ സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന 3 സബ് ടൈപ്സുകളാണ് സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കോളംനാർ എപ്പിത്തീലിയം. ഇനി നമ്മൾ അടുത്ത ടൈപ്പ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. ഓക്കെ, സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം കൺസിസ്റ്റ് ഓഫ് സെവറൽ ലെയേഴ്സ് ഓഫ് സെൽസ് ഓഫ് വേരിയസ് ഷേപ്സ്. അതായത് വേരിയസ് ഷേപ്സിൽ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. The main function of stratified epithelium is to protect underlying structures from mechanical tear and wear. അതായത് മറ്റേ ഈ മെക്കാനിക്കൽ, അതായത് പുറത്തുനിന്നുള്ള എന്തെങ്കിലും മെഷീൻസോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഇഞ്ചുറിയിൽ നിന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ഉണ്ടായിരുന്നത്. കുറച്ച് ഹാർഡാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. There are 2 main types. ഇതിനും നമുക്ക് മെയിൻലി 2 types ഉണ്ട്. സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം ആൻഡ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം. ഓക്കെ, stratified squamous epithelium is composed of several layers of cells. In the deepest layer, the cells are mainly columnar. അതായത് ഈ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തും ഒരു സെവറൽ ലെയേഴ്സ് ഓഫ് സെൽസ് ഉണ്ട്, ഒത്തിരി ലെയേഴ്സ് ഓഫ് സെൽസുകൾ ഉണ്ട്. ഇൻ ഡീപ്ലി ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ആ സെൽസ് എന്ന് പറയുന്നത് കോളംനാർ സെൽസ്, അതായത് ടോൾ ആയിട്ടുള്ള തിൻ സെൽസുകളായിരിക്കും. അത് കഴിഞ്ഞ് ആസ് ദേ ഗ്രോ ടുവേർഡ്സ് ദ സർഫസ്, സർഫസിലേക്ക് അത് ഗ്രോ ആയി കഴിയുമ്പോഴത്തേക്കും ദേ ബിക്കെയിം ഫ്ലാറ്റൻഡ് ആൻഡ് ദെൻ ഷെഡ്. അതായത് മുകളിലേക്ക് ഒരു അതായത് സർഫസിന്റെ അവിടേക്ക് അത് ഗ്രോ ആയി കഴിയുമ്പോഴത്തേക്കും ആ സെൽസുകൾ ഫുൾ ഒരു ഫ്ലാറ്റൻഡ് സെൽസ് ആയിരിക്കും, അതേപോലെ അത് ഷെഡ് ആവാൻ തുടങ്ങും. ഓക്കെ, അതാണ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. ഇനി ഈ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം രണ്ടാക്കി പിന്നെയും തിരിച്ചിട്ടുണ്ട്. കെരാറ്റിനൈസ്ഡ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ആൻഡ് നോൺ കെരാറ്റിനൈസ്ഡ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. കെരാറ്റിനൈസ്ഡ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ഫൗണ്ട് ഓൺ ഡ്രൈ സർഫസസ് സബ്ജക്റ്റഡ് ടു വിയർ ആൻഡ് ടിയർ, ദാറ്റ് ഇസ് സ്കിൻ, ഹെയർ, നെയിൽസ്. അവിടെയൊക്കെയാണ് നമുക്ക് കെരാറ്റിനൈഡ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം കാണാം. നോൺ കെരാറ്റിനൈഡ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി നമ്മുടെ ചില ബോഡി ഓർഗൻസ് അത് വെറ്റായിട്ട് തന്നെ, ഡ്രൈ ആവാതെ വെറ്റായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നോൺ കെരാറ്റിനൈഡ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, കൺജക്റ്റീവ ഓഫ് ദ ഐസ്, ഇതൊക്കെ നമ്മുടെ വജൈര, അവിടെയൊക്കെ നമുക്ക് ഒരു ഡ്രൈ ആവാതെ വെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതായത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സെൽസ് ആണ്, അവിടെ ഉള്ള ഒരു സെൽസ് ആണ്, ആ ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി ഉള്ള സെൽസ് ആണ് നോൺ കെരാറ്റിനൈസ്ഡ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ആണ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം. ട്രാൻസിഷണൽ എപ്പിത്തീലിയം ഈസ് കമ്പോസ്ഡ് ഓഫ് സെവറൽ ലെയേഴ്സ് ഓഫ് പിയർ ഷേപ്ഡ് സെൽസ്. ഓക്കെ, ഒരു പിയർ ഷേപ്ഡ് സെൽസ് ആയിരിക്കും. ഓക്കെ, ഒരു പിയർ ഷേപ്ഡ് സെൽസ് ആയിരിക്കും ഈ ട്രാൻസിഷണൽ എപ്പിത്തീലിയം. ഇറ്റ് ലൈൻസ് സെവറൽ പാർട്സ് ഓഫ് ദി യൂറിനറി ട്രാക്ട് ഇൻക്ലൂഡിംഗ് ദ ബ്ലാഡർ ആൻഡ് അലൗസ് ഫോർ സ്ട്രെച്ചിങ് ആസ് ദ ബ്ലാഡർ ഫിൽസ്. അതായത് നമ്മുടെ ബ്ലാഡർ ഉൾപ്പെടെയുള്ള ഓരോ സെവറൽ പാർട്സ് ഓഫ് യൂറിനറി ട്രാക്റ്റിലുള്ള സെവറൽ പാർട്സിലും നമുക്ക് ഈ ട്രാൻസിഷൻ എപ്പിത്തീലിയം കാണാൻ പറ്റും. അതായത് ബ്ലാഡർ ഒക്കെ ഫില്ലായി കഴിയുമ്പം നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ബ്ലാഡറിനെ സ്ട്രെച്ച് ചെയ്യിക്കുന്നത് ഈ ട്രാൻസിഷണൽ എപ്പിത്തീലിയൽ സെൽസുകളാണ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സൂപ്പർഫിഷ്യൽ ആയിട്ട് നമ്മുടെ എന്താ പറയാ ബോഡിക്ക് ലൈനിങ് കൊടുക്കുന്ന, ക്യാവിറ്റീസിനൊക്കെ ലൈനിങ് കൊടുക്കുന്ന ഒരു ടിഷ്യൂ, ഒരു ടൈപ്പ് ഓഫ് ടിഷ്യൂവിനാണ് നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. അത് മെയിൻലി 2 ടൈപ്സ് ഉണ്ട്, സിമ്പിൾ എപ്പിത്തീലിയം ആൻഡ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. സിമ്പിൾ എപ്പിത്തീലിയം പിന്നെ നമുക്ക് 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്: സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കോളംനാർ എപ്പിത്തീലിയം. ഇനി സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം പിന്നെയും തിരിച്ചിട്ടുണ്ട്: സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം, അതേപോലെ തന്നെ ട്രാൻസിഷണൽ എപ്പിത്തീലിയം. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ. അടുത്തത് നെർവസ് ടിഷ്യൂ ആണ്. മെയിൻലി നമുക്ക് ടിഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് 4 ടൈപ്സ് ആണ് ഞാൻ പറഞ്ഞു: എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ ആൻഡ് നെർവസ് ടിഷ്യൂ. അതിൽ കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് മസ്കുലർ ടിഷ്യൂ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നെർവസ് ടിഷ്യൂ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നെർവസ് ടിഷ്യൂ ഇസ് ഫൗണ്ട് ഇൻ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആൻഡ് ഫോംസ് ദ നെർവ്സ്. അതായത് നെർവസ് ടിഷ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്രെയിനിലും അതേപോലെ തന്നെ സ്പൈനൽ കോഡിലും, അതേപോലെ തന്നെ ഈ നെർവസ് ടിഷ്യൂ ആണ് നെർവസ് സെൽസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നെർവസ് സെൽസ് ആൻഡ് നെർവ്സ് ഫൈബേഴ്സ്. അതായത് ഈ നെർവസ് ടിഷ്യൂല് മെയിൻലി നെർവ് സെൽസും അതേപോലെ നെർവ് ഫൈബേഴ്സുകളാണ് ഉള്ളത്. One nerve cell and its fiber are together called a neuron. ഒരു നെർവ് സെല്ലും അതിന്റെ നെർവ് ഫൈബേഴ്സിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് ന്യൂറോൺസ്. ഓക്കെ, ഇനി നമുക്ക് നെർവസ് ടിഷ്യൂ, ഈ നെർവസ് സിസ്റ്റത്തിൽ മെയിൻലി 2 ടൈപ്സ് ഓഫ് ടിഷ്യൂസുകളാണുള്ളത്:
excitable cells and non-excitable cells. Excitable cells, these are called neurons and they initiate, receive, conduct and transmit information. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂറോൺസുകളാണ് ഇപ്പം ബ്രെയിനിൽ സ്പൈനൽ കോഡിലേക്ക് CNS നിന്ന് PNS അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലേക്ക് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോർമേഷൻസും മെസ്സേജസും ഇമ്പൾസസും എല്ലാം പാസ് ചെയ്യുന്നത് ഈ ന്യൂറോൺസുകളാണ് എക്സൈറ്റബിൾ സെൽസ്. നോൺ എക്സൈറ്റബിൾ സെൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ഓൾസോ നോൺ ആസ് ഗ്ലയൽ സെൽസ് ആൻഡ് ദേ സപ്പോർട്ട് ദ ന്യൂറോൺസ്. ഇതിനെ നമുക്ക് വേറെ പറയുന്ന പേരാണ് ഗ്ലയൽ സെൽസ്. അതേപോലെ തന്നെ ഈ നോൺ എക്സൈറ്റബിൾ സെൽസുകളാണ് നമ്മുടെ ന്യൂറോൺസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് നെർവസ് ടിഷ്യൂ. നെർവസ് ടിഷ്യൂ നമുക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. നമ്മൾ നെർവസ് സിസ്റ്റം പഠിക്കുമ്പോൾ ഓരോ സിസ്റ്റം വൈസ് നമ്മളിപ്പം ടിഷ്യൂസ് പഠിച്ചു, ഇനി ഫുൾ ഓർഗൻ സിസ്റ്റം വൈസുള്ള ഓർഗൻസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പൊ അത് പഠിക്കുമ്പോൾ നമ്മൾ അതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. സോ ഇന്ന് നമ്മൾ പഠിച്ചത് എപ്പിത്തൽ ടിഷ്യൂ ആൻഡ് നെർവസ് ടിഷ്യൂ ആണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ കുറെ പേരുടെ അടുത്ത് കുറെ ഡൗട്ട്സുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഡൗട്ട് എന്ന് പറയാൻ പറ്റില്ല, ഏത് ടെക്സ്റ്റ് ആണ് റെഫർ ചെയ്യുന്നത്, നോട്ട്സ് ഞങ്ങൾ എങ്ങനെ എഴുതിയെടുക്കും. എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നോട്ട്സ് നിങ്ങൾ ഈ റണ്ണിങ് നോട്ട്സ് ആയിട്ട് ലെക്ചർ നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കാം. അല്ലാതെ നമുക്ക് ക്ലാസ്സും നോട്ട്സും എല്ലാം കൂടി ഒരുമിച്ച് ഇപ്പം തരാൻ പറ്റില്ല. എന്തായാലും ഞാൻ എക്സാമിന്റെ ഒക്കെ ടൈം അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഇപ്പോൾ ഈ അനാറ്റമി ഞാൻ റെഫർ ചെയ്യുന്നത് റോസ് ആൻഡ് വിൽസൺ. ഞാൻ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ് നല്ലതെന്ന് ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരെല്ലാം ജസ്റ്റ് ആ വീഡിയോ ഒന്ന് പോയി ചാനലൊന്ന് വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ വീഡിയോയിലൊക്കെ പോയി കാണാൻ പറ്റും. ജസ്റ്റ് അതൊന്ന് പോയി കാണാം. അപ്പം ഞാൻ ഇപ്പം അനാറ്റമി പഠിപ്പിക്കുന്നത് റോസ് ആൻഡ് വിൽസൺ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിൽ നിന്നാണ്. അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് അതൊന്ന് മനസ്സിലാക്കാൻ. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് വായിച്ച് നമ്മൾ ഈ ഒരു ക്ലാസ് കണ്ടിട്ട് ജസ്റ്റ് ആ ബുക്ക് ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും പഠിക്കാൻ. പിന്നെ ഞാൻ പറയില്ല ഒരിക്കലും ആ ടെക്സ്റ്റ് തന്നെ നിങ്ങൾ പഠിക്കണം ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് ആ ടെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് പഠിക്കാം. പിന്നെ എന്താണ്, എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്താണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ദിസ് ഇസ് മീ ഹ്യൂമൻ സോണസ് സൈനിങ് ഓഫ്.